ശ്രീ വിനു കിരിയത്ത്, കേരളത്തിലെ വിഷയമായിരുന്നെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ നേരിട്ട് തന്നെ ഞാൻ ചോദിച്ചേനെ, സിനിമാക്കാർ രാഷ്ട്രീയം മാറി നിൽക്കുന്നതാണ് നല്ലത്. അത് വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഒരു പക്ഷേ നമ്മളതിൽ ഒരു തർക്കവും തന്നെ. പക്ഷേ തമിഴകത്ത് ഈ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അങ്ങനെ അത്രയ്ക്ക് കണ്ട് വേർതിരിക്കാനൊന്നും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വിജയ് എന്തുകൊണ്ട് ചെന്നൈക്ക് വണ്ടി കയറി? വിജയ് അതിന് കാരണം പറയുന്നു. അതൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൂടായികയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. പോകാമായിരുന്നു. എന്തുകൊണ്ട് മറ്റ് വിഷയങ്ങൾ തങ്ങൾ ചോദിച്ച സ്ഥലങ്ങൾ പോലും കിട്ടിയില്ല എന്നതടക്കമുള്ള ചോദ്യങ്ങളൊക്കെ വിജയുടെ ഭാഗത്തുനിന്നുണ്ട്. ഇത് വിജയ് എന്ന ഒരു സിനിമാ പ്രവർത്തകൻ രാഷ്ട്രീയത്തിലേക്ക് അവധാനതയില്ലാതെ കടന്നു വന്നതുകൊണ്ട് സംഭവിച്ച പാളിച്ചയോ, അതല്ലെങ്കിൽ ഒരു വലിയ ജനപ്രീതി വിലങ്ങുതടിയാവും എന്ന് കൊണ്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ തിരക്കഥയോ? ഇതിനകത്ത് തിരക്കഥയൊന്നും ഉണ്ടെന്ന് തോന്നുന്നു. ഇതൊരു അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻ്റ് ആയിട്ടാണ് എനിക്ക് ആ വിഷ്വൽസ് ഇതുവരെ കണ്ടിട്ട് തോന്നിയത്. കാരണം നമുക്കറിയാം, വിജയ് ഒരു അപ്കമിങ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനോ ഒന്നുമല്ല അവിടെ ജനം കൂടിയത് വിജയ് എന്ന നടൻ്റെ ഫാൻസ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഗർഭിണികളും പ്രതിശ്രുത വധൂവരനും കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് എത്ര കുഞ്ഞുങ്ങൾ വരെ മരിക്കുന്നൊരവസ്ഥ വന്നത്. ആ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം? വിജയിയുടെ രാഷ്ട്രീയം അല്ല. അപ്പോൾ വിജയ് എന്ന നടൻ്റെ ആരാധകരെ അത് തമിഴ്നാട്ടിൽ വളരെ കൂടുതലാണ്. നമുക്കറിയാലോ, MGR മരിച്ചപ്പോൾ 31 പേരായിട്ട് കൂടെ ആത്മഹത്യ ചെയ്ത നാടാണ്. ഖുഷ്ബുവിന് അമ്പലം കെട്ടിയ നാടാണ്, ഇല്ലേ? നമ്മൾ പണ്ട് കളിയാക്കും തമിഴിൽ. ഇന്ന് കേരളത്തിലെ ഏകദേശം ആ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പാലഭിഷേകവും നെയ്യഭിഷേകവും ഒക്കെ. ഇത് എന്തൊരു വിരോധാഭാസമാണ്. ഒരു 12 മണിക്ക് വരും എന്നൊരു നടൻ പറയുമ്പോൾ 6 മണിക്കൂർ ലേറ്റായാൽ അവിടെ ക്രൗഡ് കൂടും. കാരണം അതൊരു ഹൈവേയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഇവിടെ ക്രൗഡ്? അത് വിജയ് വരും. എപ്പോൾ വരും എന്നുള്ളതല്ല, വിജയ് വരും, എന്നാൽ കണ്ടിട്ട് പോവാം. ഇത് നിന്ന് അവിടെ 1 ലിറ്റർ വെള്ളം കൊള്ളേണ്ട കുപ്പിയിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഓവർഫ്ലോ ആവും. അതാണ് അവിടെ സംഭവിച്ചത്. ക്രൗഡ് ട്രാൻസ്ഫോമറിൻ്റെ മുകളിൽ വരെ ചെറുപ്പക്കാർ കയറിയിരിക്കുന്നു, ഇല്ലേ? അതാണ് തമിഴ്നാട്. ഇവിടെ ഉള്ളവർ കയറില്ല. ഒരാൾക്ക് ഷോക്ക് അടിച്ചിരുന്നെങ്കിൽ ആ ഹോൾ ക്രൗഡിനും ഷോക്ക് അടിക്കൂലേ? ഈ ഇത്രയും മരണമൊന്നും ആയിരിക്കില്ല. ഷോക്ക് എന്ന് പറയുമ്പോൾ ഒരാളിൽ നിന്ന് അങ്ങോട്ട് പോകൂലേ? അപ്പോൾ ഈ മരിച്ചവരുടെ ഭാഗത്ത് അത് തമിഴ്നാട്ടിൽ അങ്ങനെയാണ്. ഒരു മിനിറ്റ് ആലോചിക്കണം. ഓക്സിജൻ കിട്ടാതെ വെള്ളത്തിന് വേണ്ടി ദാഹിക്കുമ്പോൾ വിജയ് ചെയ്തത് നല്ല കാര്യം. പക്ഷെ അത് പതുക്കെ ഒരാളുടെ കൊടുത്തിട്ട് ഒരു യുദ്ധമുഖത്ത് അന്നം കിട്ടുമ്പോൾ ഉള്ള ജനങ്ങളുടെ വികാരം തന്നെയാണ് അവിടെ കണ്ടത്. വെള്ളത്തിന് വേണ്ടി അവിടുന്നാണ് ഇത് സ്റ്റാർട്ടാവുന്നത്. അത് കഴിഞ്ഞിട്ട് വിജയ് അവിടുന്ന് പോകണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല വിജയ്. പക്ഷെ ഒരു 6 hours ലേറ്റ് ആയത് ഒരു സിനിമാ നടനും ഓക്കെ, ഒരു രാഷ്ട്രീയക്കാരനും ഒട്ടും യോജിച്ചതല്ല. കാരണം അയാൾ നാട് ഭരിക്കേണ്ട ഒരാളാണ് എന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ആക്സിഡൻറ്റ് പറ്റിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചാനലുകാർ ഇന്നത്തെ ചർച്ചയൊക്കെ എന്തായിരുന്നേനെ? തമിഴ്നാട് വിജയ് കീഴടക്കുമോ എന്നായിരുന്നേനെ. അതിപ്പോൾ മാറി. 2 ലക്ഷം ക്രൗഡ് എന്നൊക്കെ പറയുന്നു. അത് എക്സാജറേഷനാണ്. എനിക്ക് തോന്നുന്നു 1 ലക്ഷത്തിന് താഴെ വന്നിട്ടുണ്ട്. പക്ഷേ വിജയ് എന്ന് പറയുന്ന നടൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഇത് ചിലപ്പോൾ വേറെ ലെവലിലേക്ക് പോകാൻ സത്യമാണ്. ജനം ചിലപ്പോൾ വയലൻ്റ് ആവും. അവിടെ ആരാധനയൊക്കെ അങ്ങ് തീരും. കാരണം അവരവരുടെ വേദനിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയുള്ളൂ. പക്ഷെ വിജയ്ക്ക് ഒന്ന് ചെയ്യാമായിരുന്നു. പ്രസ് മീറ്റ് ഇന്ന് ലൈവാണ്, മൊബൈലിൽ ലൈവ് പോകാം. ആ കാറിലിരുന്നിട്ട് തന്നെ ഒരു ക്ഷമാപണം പറഞ്ഞിട്ട് ഞാനുണ്ട് നിങ്ങളോടൊപ്പം എന്നൊക്കെ പറയാതെ 3 ദിവസം ഹൈഡ് ചെയ്തത് ഭയങ്കര തെറ്റാണ്. പിന്നെ 6 മണിക്കൂർ താമസിക്കുമ്പോൾ ഏതൊരു പരിപാടിക്കും അവിടെ ദാഹജലം കരുതുക എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നതാണ്. നമ്മളൊക്കെ പല പാർട്ടി പരിപാടികൾക്ക് മുമ്പ് അന്നം കൊടുക്കണം. 6 hours. ഈ 6 hours വിജയ് AC വണ്ടിയിൽ വരുമ്പോൾ അവിടെ വെയിലത്ത് കുഞ്ഞുങ്ങൾ വരെ നിൽക്കുമ്പോൾ അവർക്ക് ഇത്രയും ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് ഡോക്ടർ മോഹൻ റോയ് നേരത്തെ പറഞ്ഞില്ലേ? അവിടെ വെള്ളം കരുതാം. നസീർ സാറ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണത്തിന് ക്രൗഡ് കൂടുന്നു പറഞ്ഞ് 4000 ബിരിയാണി കരുതി വെച്ചിരുന്നൊരു മഹാനടനുള്ള നാട്ടിലാണ് നമ്മൾ ജനിച്ചത്, ഇല്ലേ? അപ്പോൾ അതായിരിക്കണം ഒരു താരം. സിനിമ വേറെ, രാഷ്ട്രീയം വേറെ. ഈ ഇദ്ദേഹം ഏതൊരു വേദിയിലും പ്രസംഗിക്കുമ്പോൾ ഒരു അപ്കമിങ് എന്നുള്ളത് മറന്ന് എല്ലാവരെയും വളരെ ദയനീയമായിട്ട് അധിക്ഷേപിക്കുന്ന ഒരു പ്രസംഗവും കൂടെ നമുക്കറിയാം. കമൽഹാസനെ പോലും എന്താ പറഞ്ഞാൽ? ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹീറോ, ഇല്ലേ? ഔട്ടായ നടൻ. സ്റ്റാലിൻ അങ്കിൾ ഇന്നലെ തൊട്ടത് CM സാറായി കേട്ടോ, അത് വേറെ കാര്യം. അമിത്ഷാജിയുടെ അവിടുന്ന് ഫോൺ വന്നിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന്, കേന്ദ്ര ആഭ്യന്തരത്തിൽ നിന്ന് ഫോൺ വന്നിട്ട് എടുക്കുന്നില്ല. അങ്ങനെ ആവരുത്. ഇതിപ്പോൾ വിജയെ നമ്മളാരും ബ്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഇതിന് എന്താണിത്? ഈ 41 പേര് മരിച്ചവരെക്കാൾ ദയനീയമാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ. ചത്തവിനൊക്കുമേ ജീവിച്ചിരിക്കും. സഹിക്കാൻ പറ്റുമോ അത്? അപ്പോൾ ഞാൻ പറഞ്ഞത്, അവർക്ക് സാമ്പത്തികം കൊടുത്തുകൊണ്ടൊന്നും ഇതൊന്നും ആവില്ലെങ്കിൽ പോലും വിജയ് അവർക്ക് കൊടുക്കേണ്ട സാമ്പത്തികം ഇതായിരുന്നില്ല. കാരണം 250 കോടി ഒരു സിനിമ, ഞാനത് പരസ്യമായിട്ട് പറഞ്ഞാണ്, 250 കോടി വാങ്ങിക്കുമ്പോൾ. കാരണം ഒരു വീട്ടിൽ ചിലപ്പോൾ ഇപ്പോൾ ആ മരിച്ചുപോയ
പ്രതിശ്രുത വധുവും വരനും അവരാണ് ആ വീട്ടിലെ മൊത്തം വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന 2 പേരാണെങ്കിൽ അവർ മരിച്ചതോടുകൂടി 20 ലക്ഷം രൂപ കൊണ്ട് 2 കുടുംബമാണ്. എന്തെങ്കിലും ആവോ? ഇന്നത്തെ കാലത്ത് അറിയില്ല, ചെന്നൈയിൽ ഒരു പൊടി മണ്ണിന് എത്ര കോടിയാണ് വില. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മാനുഷികമായിട്ടും കൂടി ഇതിനകത്ത് ഇടപെട്ടിട്ട് രാഷ്ട്രീയം, ഈ പറഞ്ഞ എല്ലാ പാർട്ടികളും ഇതിനകത്ത് രാഷ്ട്രീയം മാറ്റി വെച്ചിട്ട് നമുക്ക് മനുഷ്യരോടൊപ്പം നിൽക്കണം. വിജയ് എന്ന നടനെ നമുക്കും എല്ലാം ഇഷ്ടമാണ്. പക്ഷെ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ വിജയ് സിനിമയിൽ പറഞ്ഞൊരു ഡയലോഗ് ഗില്ലിയിലെ இந்த இடம் அந்த இடம் எல்லா இடம் எனக்கு ഒരേ മാതിരി, എന്നാൽ എല്ലായിടത്തും ഞാൻ താ അയ്യ, ആ അയ്യാണ് ഒളിച്ചോടിയതൊന്നും ആലോചിച്ച് നോക്കണം. അത് ദൈവമാണെങ്കിൽ അവിടെ നിന്നത് ചെയ്യണമായിരുന്നു. ഗില്ലിയിലെ ഡയലോഗാണ് അല്ലേ, ഞാനൊക്കെ കണ്ടിട്ട് ആ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു. അത് ഡയലോഗ്, അത് സിനിമയ്ക്ക് ഓക്കെ, ജീവിതത്തിൽ അതാവരുത്. ജീവിതത്തിൽ അതായത് ശ്രീ വിനു കുര്യത്ത്, ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത് ഈ മധുരയിൽ സിംഹം ജീവനുള്ള ഇരയെ വേട്ടയാടുന്നു, പ്രോംപ്റ്റർ നോക്കി പറയുന്ന മാസ് ഡയലോഗ് പറയുന്ന നടൻ മാത്രമാണ് വിജയ്. അതുകൊണ്ടാണ് വിജയ്ക്ക് പ്രസ് മീറ്റ് നടത്താൻ കഴിയാത്തത്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും ഒരു ഉത്തരം പറയാൻ കഴിയാത്തത്. നേരത്തെ പറഞ്ഞ ഒരു കാറിലിരുന്ന് ഒരു വീഡിയോ ഇടാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. അങ്ങനെയാണോ കരുതുന്നത്? അല്ല, ഞാൻ വെച്ചു ആ കാറിൽ വീഡിയോ ഇട്ടിരുന്നെങ്കിൽ ഇതേ ഇമേജേ മാറിയാണ്. ഞാൻ ഇന്ന് പത്രസമ്മേളനം എന്തിനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്? ഞാൻ ഒരു ലൈവ് അങ്ങ് പോയാൽ പോരെ? അവിടെ പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്. ഇപ്പം പുള്ളി പറഞ്ഞത് എന്താണ്, എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോളൂ, പക്ഷെ ബാക്കിയുള്ള എൻ്റെ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു, എന്നെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുന്നതിലപ്പുറം എന്താണ് ഇവിടെ ഒരു പൊളിറ്റിക്സ്? അറസ്റ്റ് ചെയ്ത കളറേ മാറും എന്നുള്ളത് നല്ല ജ്ഞാനമുണ്ട് സ്റ്റാലിനും മറ്റും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് അതല്ല ഇവിടെ വേണ്ടത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഇത് ഇന്നോ ഇന്നലെയോ അല്ലല്ലോ, എത്രയോ ആക്സിഡൻറ്റുകൾ ഇവിടെ പോലും നമ്മുടെ കേരളത്തിൽ കുറച്ച് നാൾ മുമ്പ് മാഡം ഉമാ തോമസ് സ്റ്റേജ് പൊട്ടി വീണു. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തെ ഫുട്ബോൾ ഗാലറി തകർന്ന് വീണിട്ടുണ്ട്. ഇത് ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോൾ അടുത്തത് ഇവിടെ മെസ്സിയോ ആര് വരുന്നുണ്ട്? ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്ത് സർക്കാരിനെതിരെ ഇപ്പോഴേ പറയാണ്, ബിലോ 10 years കിഡ്സിനെ അല്ലെങ്കിൽ ഗർഭിണികൾക്ക് യാതൊരു കാരണവശാലും അനുവാദം കൊടുക്കരുത്. പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് മാറിയ കേരളമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അല്ലല്ല, അത് സ്ട്രിക്റ്റ് ആക്കണം. ഇൻവിറ്റേഷൻ പാസിനകത്ത് അത് കിഡ്സിനെ അവോയ്ഡ് ചെയ്യാൻ തന്നെ പറയണം. അല്ലെങ്കിൽ വല്ല നോക്കൂ, കുഞ്ഞുങ്ങൾ ഇടുപ്പത്തിരിക്കണ കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അടുത്ത നിമിഷം ഞങ്ങൾ മരിക്കാൻ പോവുകയാണെന്ന്. അവർ തമിഴ് ജനതയെ ഞാൻ എപ്പോഴും പറയും കേട്ടോ, അവർക്ക് ഈ ആരാധന എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ. ഇന്നലെ ഒരു പയ്യൻ പറഞ്ഞിട്ടല്ലോ, വിജയ്ക്ക് എന്തെങ്കിലും പറ്റിയാൽ തമിഴ്നാട്ടിലെ സകല പോലീസ് സ്റ്റേഷനുകളും ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ് ഒരു 19കാരൻ പറയുന്നത്. അതാണ് അവരുടെ ആരാധന. അപ്പൊ അത് ആരാധനയിൽ നഷ്ടം അവരവർക്ക് വരുമ്പോഴല്ലേ ഈ വേദന. റൈറ്റ്. ഞാൻ തിരികെ മിനുഗ്രത്ത് ശ്രീ CB സത്യൻ, ആദവ് അർജുന, TVKയുടെ നേതാവ് കലാപാഹ്വാനം നടത്തി, അതിനാണ് കേസ് എടുത്തിരിക്കുന്നത്. കലാപാഹ്വാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് DMK സർക്കാരിനെതിരെയും പോലീസിനെതിരെയൊക്കെ. അതായത് നേരത്തെ ശ്രീ വിനുഗ്രത്ത് പറഞ്ഞ ഒരു വിഷയം, വളരെ അഗ്രസീവായിട്ടുള്ള വാചകങ്ങളാണ് പറയുന്നത്. സിനിമയിൽ പറയുന്നത് പോലെയല്ല, വളരെ വളരെ അഗ്രസീവായിട്ടുള്ള ആളി കത്തിക്കുന്ന തരത്തിലുള്ള, അതാണ് ഒരു ടാക്ടിക്സ് എന്ന് വിജയ് ധരിച്ചു വെച്ചിരിക്കുന്നു, വിജയ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതൊക്കെയാണ്. ഏതായാലും ഇനി അങ്ങോട്ട് ഇക്വേഷൻസ് മാറുകയാണ്. ഇനി ഇത് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ TVK മാത്രമായിട്ട് നിൽക്കാൻ കഴിയില്ല. അമിത്ഷാ വിളിക്കുന്നു, ഇന്ന് ഫോൺ എടുത്തില്ലെങ്കിൽ നാളെ എടുക്കേണ്ടതായിട്ട് വരും. ഇത് എടുക്കാതെ മുന്നോട്ട് പോകാൻ വിജയ്ക്ക് ഈ സാഹചര്യത്തിൽ കഴിയില്ല.